നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ശാസ്താംപാറ. അപ്പം നമ്മളെ ഇന്നത്തെ സൺഡേ ട്രിപ്പിൻ്റെ ആദ്യത്തെ ലൊക്കേഷനാണ് നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ശാസ്താംപാറ. വലിയൊരു പാറക്കൊട്ടാണ് കേട്ടോ. ഒരു സൈഡിൽ അർബൻ ട്രിവാൻഡ്രവും ഒരു സൈഡിൽ റൂറൽ ട്രിവാൻഡ്രവും കാണാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ്. അതെങ്ങനെയാണെന്നല്ലേ, ഇതാണ് നമ്മുടെ അർബൻ ട്രിവാൻഡ്രം, ഇത് റൂറൽ ട്രിവാൻഡ്രം. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ കുട്ടികളുടെ പാർക്കും കൂടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുട്ടികൾക്ക് വന്ന് നിന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കും കൂടെ ഉണ്ട് നമ്മുടെ ശാസ്താംപാറയിൽ. കുറച്ച് നടക്കാനുണ്ട്, നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് ഇറക്കാനുള്ള ചെറിയൊരു സ്പേസും ഉണ്ട്. ഇപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നെയ്യാറ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്കൊരു ബോട്ടിംഗ് ഉണ്ട് 250 രൂപ. ഇപ്പോൾ ഡിയർ പാർക്ക്, ക്രോക്കഡൈൽ പാർക്ക്, 2 ആനകളെ കാണാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനൊരു സൈറ്റിലേക്ക് നമ്മൾ ബോട്ടിൽ പോകാനുള്ള സംഭവത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത് ലൈവ് വരാത്തതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ലൈവ് വരാത്തത്. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മളിടും കേട്ടോ. ഇതും നമ്മളെ സൺഡേ ലൈവിൻ്റെ പാർട്ടിൽ വരുന്നതാണ്. ഇപ്പോൾ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കേട്ടോ. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ കിടന്നുണ്ട്. അപ്പോൾ ഒരു ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. അവർ തിരിച്ച് വരുമ്പോഴത്തേക്കാണ് നമുക്ക് അടുത്ത ട്രിപ്പിൽ നമ്മളെ കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ ആൾക്കാർ വരണമായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത ട്രിപ്പ് നമ്മൾ കൂടെ ജോയിൻ ചെയ്ത് പോകുന്നുണ്ടാവും. 250 രൂപയാണ് ഒരാൾക്ക് ബോട്ടിങ്ങിന് ചാർജ് വരുന്നത്. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത ശേഷം നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്ന് നമുക്ക് ബോട്ട് കിട്ടി കേട്ടോ. ബോട്ട് കിട്ടാൻ ഒത്തിരി പാടായിരുന്നു. കാരണം അവിടെ പോയിരുന്നവർ തിരിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ബോട്ട് കിട്ടാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ അതൊരു എന്താ പറയുക, കുറച്ച് സമയത്തിൻ്റെ ഒരു കാത്തിരിപ്പുകൾക്കൊടുവിലാണ് നമുക്ക് ബസ് കിട്ടിയത്. ബസ്സല്ല, നമുക്ക് ബോട്ട് കിട്ടിയത്. അപ്പോൾ ബോട്ട് കിട്ടി, നമ്മൾ ബോട്ടിലിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 1 മണിക്കൂറാണ് നമുക്ക് വരുന്ന ടൈം വരുന്നത്. ടൈം ഫ്രെയിം പറഞ്ഞിരിക്കുന്ന 1 മണിക്കൂറാണ്. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ 3 സ്ഥലങ്ങളുണ്ട്. അപ്പുറത്ത് ഐലൻഡിൽ പോയിട്ട് 3 സ്ഥലങ്ങളുണ്ട്. അതായത് 2 ആനകളെ കാണാം, അതുപോലെ തന്നെ എന്താ പറയുക, സ്റ്റീവ് ഐർവിൻ പാർക്ക്. മുമ്പ് സ്റ്റീവ് ഐർവിൻ പാർക്ക് എന്നായിരുന്നു. അപ്പോൾ ഇപ്പം സ്റ്റീവ് ഐർവിൻ പാർക്ക് എന്നല്ല, മുതലകളെ ശുശ്രൂഷിക്കുന്ന ഒരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കിൽ പോകാം. അതുപോലെ തന്നെ നമുക്ക് മാൻകൂട്ടങ്ങളെ കാണാം. ഈ 3 ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. അപ്പം നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും, അതായത് ഡാം റിസർവോയറിനകത്തൂടെയാണ് നമ്മുടെ ഈ യാത്ര. അപ്പോൾ ഡാമിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയും അങ്ങ് അകലെയുള്ള അഗസ്യാർ മലനിരകളുടെ ഒരു കാഴ്ചയും ഒക്കെ ആയിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണിത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ എൻജോയ് ചെയ്തിരിക്കേണ്ട ഒരു യാത്ര തന്നെയാണ്. ഈ ബോട്ടിൽ പോകുന്നത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ബോട്ടിൽ നമ്മൾ 2 സൈഡിലും എന്താ പറയുക, കാട് പോലത്തെ കാഴ്ചകളും മേലെ ആകാശത്തിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്കിങ്ങനെ യാത്ര പോകാൻ പറ്റും. അപ്പം നമ്മൾ അവിടെ നിന്ന് ബോട്ട് കയറി ഐലൻഡ് വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഡിയർ പാർക്ക് കാണാൻ പറ്റും. ഏതാണ്ട് 10 വർഷം മുമ്പ് നടത്തിയൊരു നെയ്യാർ ഡാം യാത്രയുടെ ഓർമ്മയുമായിട്ടാണ് നെയ്യാർ ഡാമിലേക്ക് ഈ ഒരു യാത്ര പോയത്. പക്ഷേ നമ്മൾ ആദ്യം കയറി ചെന്നപ്പോഴത്തേക്ക് തന്നെ ഒരു 2 ആനകളെ കണ്ടു. അതുപോലെ തന്നെ 2 മുതലകൾ കിടപ്പുണ്ട് കേട്ടോ. 5 മുതല ഇതിനകത്തുണ്ട് എന്ന് പറയപ്പെടുന്നു. നമ്മൾ 2 എണ്ണത്തിനെ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയാവാക്കി മോഡലിലുള്ള ഒരു വനം ഇവിടെ വച്ചിട്ടുണ്ട്. ചെറിയൊരു സ്ഥലത്തിനുള്ളിൽ ഒരുപാട് മരങ്ങളുമായിട്ടുള്ള മിയാവാക്കിയുടെ കൺസെപ്റ്റിലുള്ള ഒരു വനം, ചെറിയൊരു വനം. നമ്മളെ ഏറ്റവും നിരാശപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിനെ കാണാൻ പോയതായിരുന്നു കേട്ടോ. മാനിനെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ മാനുകളെല്ലാം കൂടെ ഓടി 35 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു ഭൂമിയാണല്ലോ.
കോടിക്കാട്ടിനകത്തേക്ക് കയറി. അതുകൊണ്ട് നമുക്ക് മാനുകളെ കാണാൻ സാധിച്ചില്ല. മനോഹരമായത് ഈ ഒരു ബോട്ടിലുള്ള യാത്ര തന്നെയാണ് ഇവിടെ ചെന്നതിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.